ശ്രീനിവാസൻ സാറിന്റെ എഴുത്തിൽ ഇനി ഒരു മോഹൻലാൽ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ല, ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചായിരുന്നു. ചിലപ്പോ വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാനെന്നെ അറിയുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പുവായിട്ട് അതാണ് ഒരിടത്ത് പറഞ്ഞിട്ടിരുന്നത്. ഇത് അഭിനയിക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്പോൺസിബിൾ ആണോ? സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്ന വലിയ ഡയറക്ടേഴ്സ്, സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണ് ഇതിന് ആദ്യമായി സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ സിനിമകളായിരുന്നുണ്ടല്ലോ, ക്രൈം ബേസ്ഡ് സിനിമകളൊക്കെ. ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്റുകളായി ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ടൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ റിയാലിറ്റിയുടെ സാധ്യത ഉണ്ടാവോ, ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് ഉണ്ടല്ലോ പൊതുവിൽ ഞാൻ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ? അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മോക്കിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയില് ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. സിനിമ എന്നുള്ളതല്ലേ, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെഷ്യലിസ്റ്റാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാരെ സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലെ ഇരിക്കും.